السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഒന്നെണീറ്റിക്കോ. നമ്മളൊക്കെ മനസ്സിലൊരു വിങ്ങലുണ്ട്. ഗസ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നു, സുഖമായിരിക്കുന്നു, ആശ്വാസത്തോടെ ജീവിക്കുന്നു. ആ സമയത്തും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഒരു നാരിയ സലാത്ത് ചൊല്ല്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖദാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുവേ, ഈ നാരിയ സലാത്ത് നീ കബൂലാക്കണേ റബ്ബേ. ഇതിൻ്റെ പുണ്യം കൊണ്ട് ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സംരക്ഷിക്കണേ റബ്ബേ. അവരുടെ വിശപ്പും ദാഹവും അകറ്റണേ റബ്ബേ. അവരുടെ ശത്രുവിനെ ദുർബലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ സഹോദരങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകണേ റബ്ബേ. രോഗികൾക്ക് ശമനം നൽകണേ റബ്ബേ. മരണപ്പെട്ടവർക്ക് ഷഹാദത്തിൻ്റെ പ്രതിഫലം നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കാം. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളെന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത. അല്ലാഹുവേ, ഞങ്ങളെ നീ നേർവഴിയിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലേക്ക്. ഈ അനുഗ്രഹം ചെയ്തവരാരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകൾ സുദ്ദീഖീങ്ങളാണ്, ശുഹദ ആണ്, സ്വാലിഹീങ്ങളാണ്. നമുക്ക് കഴിഞ്ഞ 100 വർഷം വലിയൊരു തലമുറ കടന്നു പോയിട്ടുണ്ട്. അവരെക്കുറിച്ച് സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞ് വലിയ പ്രശംസയൊന്നും ഞാൻ നടത്തുന്നില്ല. അവരെക്കുറിച്ച് സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നതിൽ നിങ്ങൾക്കാർക്കും സംശയവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ഈ സ്വാലിഹീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പൈതൃകം എന്താണ്, പാരമ്പര്യം എന്താണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1951 മുതലാണ് കേരളത്തിലെ സുന്നി പ്രസ്ഥാനം, നമ്മുടെ ആത്മീക പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദർശ പ്രചാരണത്തിൽ ഒതുങ്ങി നിന്നിരുന്ന സംസ്ഥ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്ന് 1951 വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. അതിനുശേഷം ജാമിയ നൂരിയ ഉണ്ടാക്കി, അറബിക് കോളേജുകൾ ഉണ്ടാക്കി, 86 ദാറുൽ ഹുദ ഉണ്ടാക്കി. ശേഷം ഒരുപാട് ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ഈ 2ാം ഘട്ടത്തിന് നേതൃത്വം നൽകിയ, അതിനെ ചലനാത്മകമാക്കിയ ഒരുപാട് മഹാരഥന്മാർ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പാണക്കാട് പൂക്കോയ തങ്ങൾ, ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഷെയ്ഖുന ശംസുൽ ഉലമ KP ഉസ്മാൻ സാഹിബ്, MM ബഷീർ മുസ്ലിയാർ, CH ഐദ്രോസ് മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, KT മാനു മുസ്ലിയാർ തുടങ്ങിയ ആളുകൾ. അവരിൽ പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളും 1989 ഉണ്ടായിരുന്നില്ല. 1989 കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, ശംസുൽ ഉലമ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പാണ് കോട്ടുമല ഉസ്താദും ബഷീർ ഉസ്താദും വിട പറഞ്ഞത്. 89 KT മാനു മുസ്ലിയാരും KV ഉസ്താദും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്വാലിഹീങ്ങളാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കണ്ണിയത്ത് ഉസ്താദിനെക്കുറിച്ച് ഒരു സിദ്ദിഖിൻ്റെ വലിയ അടയാളമാണ് എന്ന് നമുക്കറിയാം. ഇന്ന് ഛിദ്രശക്തികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് കണ്ണിയത്ത് ഉസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മുതഅല്ലിമിൻ്റെ കൂടെ ഉസ്താദിനെ കാണാൻ പോയി. അദ്ദേഹം തന്നെ എഴുതിയതാ. ഉച്ച സമയമാണ്. കണ്ണിയത്ത് ഉസ്താദ് ചോറ് വഹിച്ചോ എന്ന് ചോദിച്ചു. വഹിച്ചിട്ടില്ല എന്ന് പറയാനുള്ള മടിയുണ്ട്. ചോറ് വഹിച്ചു. എവിടുന്ന്? ഹോട്ടലിൽ നിന്ന്. അപ്പോൾ കൂടെയുള്ള കണ്ണിയത്ത് ഉസ്താദിൻ്റെ കുടുംബക്കാരൻ കരുതിയത് ഇനി പരിസരത്തൊക്കെ കുടുംബക്കാരെ വീട് തന്നെയാണല്ലോ, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ്. ഏതായാലും അവർക്ക് ദുആ ഒക്കെ ചെയ്തു കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ കരുതിയ വീട്ടിലേക്ക് അവർ 2 പേരും ഇറങ്ങുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് കൂടെ ഇറങ്ങിയിട്ട് വിളിച്ചു പറയാണ്, ഒരു ചോറ് വെച്ചിക്കണം കേട്ടോ, നീ ചായ കൊടുത്താൽ മതി. സത്യവിശ്വാസികളായ രണ്ടാളുകൾ ഒരു വാക്കു പറഞ്ഞാൽ
അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ്. ഈ കണ്ണിയത്ത് ഉസ്താദ് 1979 മുതൽ 89 വരെയുള്ള വിഘടന പ്രവർത്തനം നടത്തിയ ആളുകളോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ആ വിഘടന പ്രവർത്തനം നടത്തിയ ആളുകൾ ഉമ്മത്തിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ? അവർ പറഞ്ഞത് മുസ്ലിം ലീഗ് വഹാബിസം വളർത്തുന്നു എന്നാണ്. അവർ പാണക്കാട് കുടുംബത്തെയാണ് നിഷേധിച്ചത്. അവർ കമ്മ്യൂണിസത്തോടാണ് സൗഹൃദമുണ്ടാക്കിയത്. ഈ 3 കാര്യങ്ങളല്ലാതെ മറ്റെന്ത് കാര്യമാണ് ആധുനിക ചിദ്രശക്തികൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണിയത്ത് ഉസ്താദിനെ മാറ്റി നിർത്തി എന്ത് സമസ്തയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? മുസ്ലിം ലീഗുമായി ബന്ധം പുലർത്തിയില്ലേ കണ്ണിയത്ത് ഉസ്താദ്? മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് മരണപ്പെട്ടതിന് ശേഷം 3-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്ന് അസ്സലാമു അലൈക യാ ഹബീബി CH എന്ന് സലാം പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദ്, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ എതിരാളിയായിരുന്നു. പാണക്കാട് സയ്യിദുമാരെ അതിരറ്റ് സ്നേഹിച്ച വ്യക്തി. ഞാൻ ഇന്നലെയും വായിച്ചു, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ പൂക്കോയ തങ്ങളുടെ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അനുജന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും പേരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പുണ്യമായി കണ്ട കണ്ണിയത്ത് ഉസ്താദ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് എൻ്റെ കൈമുത്തിയപ്പോൾ എനിക്ക് ഷോക്കേറ്റതുപോലെ അനുഭവപ്പെട്ടു. ആ മഹാനവറുകൾ മുത്തിയ കയ്യ് മുത്താൻ പറ്റൂല എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ അവരോട് പറയാനുള്ളത് ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ സമസ്തയിലാണ് എന്ന് മാത്രമാണ്. ഈ കണ്ണിയത്ത് ഉസ്താദിനെ എങ്ങനെ മാറ്റി നിർത്തും? ശംസുൽ ഉലമയല്ലേ നീണ്ട 40 വർഷം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി. നമ്മൾ ആദർശത്തിൽ എവിടെ നിൽക്കണം, നമ്മുടെ ഇസ്ലാമിക ദർശനം എന്താണ് എന്ന് കൃത്യമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മഹാനവറുകൾ. ചില പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ ഇന്നെടുത്തുദ്ധരിച്ച് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. 1989 വിഭാഗീയതയുണ്ടായപ്പോൾ മഹാനവറുകൾ കൃത്യമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പാണക്കാട് കുടുംബത്തെ കണ്ടത്? 1982 EK ഹസൻ മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ ശിഹാബ് തങ്ങൾ വരുന്നതുവരെ മയ്യത്ത് നിസ്കാരത്തിന് മറ്റാർക്കും അവസരം നൽകാതെ കാത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മരണപ്പെട്ടപ്പോഴോ ആ കാത്തിരിപ്പ് തുടർന്നു. 22 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 1915 ജനിച്ച ശംസുൽ ഉലമ 1937 ജനിച്ച തന്നേക്കാൾ 22 വയസ്സ് പ്രായമുള്ള ശിഹാബ് തങ്ങളെ കാത്തിരുന്നത് അദ്ദേഹം സമസ്തയുടെ ഒരു പദവിയും വഹിക്കാത്ത കാലത്താണ്. എന്താ? പാണക്കാട് തങ്ങൾ എന്ന ആത്മിക പദവിക്ക് ശംസുൽ ഉലമ നൽകിയ അംഗീകാരമാണത്. കമ്മ്യൂണിസത്തിൻ്റെ കാര്യത്തിൽ എന്താ ശംസുൽ ഉലമ നിലപാടെടുത്തത്? മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ എന്താ ശംസുൽ ഉലമ നിലപാടെടുത്തത്? എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം നന്ദി ദാറുസ്സലാമിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ പുസ്തകമാണ്. അദ്ദേഹം പറയാണ്, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലക്ക് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, മതത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന നിലക്കാണ്. അതുകൊണ്ട് നമ്മുടെ സംഘടിത ശക്തിയെ ഒരു നിലക്കും ക്ഷയിപ്പിക്കരുത്. ചില അപശബ്ദങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് കേൾക്കാം, അതെല്ലാം നാം തള്ളിക്കളയണം. ഇത് ഇന്ന് ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ പേരിലാണ് ഈ പ്രസ്താവന വരുന്നതെങ്കിൽ ബഹാവുദ്ദീൻ ഉസ്താദ് വഹാബിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയും. ഈ പ്രസ്താവന ആരുടേതാണ്? നമ്മൾ ഏത് ആദർശത്തിൽ നിലകൊള്ളണം എന്ന് കൃത്യമായി പറഞ്ഞ, നമ്മുടെ നിലപാടെന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ച ശംസുൽ ഉലമയുടെ പ്രസ്താവനയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ സംഘടിത ശക്തിയും കെട്ടുറപ്പും തകർക്കുവാനും പണ്ഡിതായിക്യത്തെ ശിഥിലമാക്കുവാനും ചിലരോട് അച്ചാരം വാങ്ങിയിറങ്ങിയിട്ടുള്ളവരെ കരുതിയിരിക്കേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതുമാണ്.
ഭിന്നത വിതക്കുന്നവരെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നവർ ആരായിരുന്നാലും മുസ്ലിം സമുദായത്തിന്റെ ഒറ്റക്കെട്ടായ തിരിച്ചടി അവർ നേരിടേണ്ടി വരും. ശരീഅത്ത് നിയമം സംരക്ഷിക്കുന്നതിൽ സമുദായം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയത് രസിക്കാത്തവരാണവർ. ശരീഅത്ത് നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ജീവിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ വ്യക്തിത്വം നിലനിർത്താൻ കഴിയുന്നത് തുടങ്ങി മുസ്ലിം സംഘശക്തിയെ ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്ന പ്രസ്താവനകൾ ശംസുൽ ഉലമ പരസ്യമായി നടത്തിയിട്ടുണ്ട്. പിന്നെയോ ഈ ശംസുൽ ഉലമയെ നമ്മൾ സ്വാലിഹായി കാണുന്നില്ലേ, മഹാനായി കാണുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഭക്തിയിലും തഖ്വയിലും നമുക്ക് സംശയമുണ്ടോ? അദ്ദേഹം നമുക്ക് പ്രതിപക്ഷ ബഹുമാനം പരിശീലിപ്പിച്ചിട്ടില്ലേ? അവരൊക്കെ മരണപ്പെട്ട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ നിലപാടുകളിൽ നിന്ന് മാറിപ്പോവുകയാണോ നമുക്ക് വേണ്ടത്? കെ സദഖത്തുൽ മുസ്ലിയാർ സമസ്തയിൽ നിന്ന് മാറി നിന്ന കാലം, തിരൂരിനടുത്ത ഇരിങ്ങാവൂരിൽ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മഹാരഥന്മാരും പങ്കെടുക്കുകയാണ്. ശംസുൽ ഉലമയുണ്ട്, സദഖത്തുൽ മുസ്ലിയാരുണ്ട്. മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ 2 പേരും തർക്കിക്കുക. എന്തിനാ തർക്കം? പിന്നിൽ നടക്കാൻ. ശംസുൽ ഉലമ പറയാണ് സദഖത്തുൽ മുസ്ലിയാരോട്, നിങ്ങൾ മുന്നിൽ നടക്കണം. സദഖത്തുൽ മുസ്ലിയാർ പറയാണ് ശംസുൽ ഉലമയോട്, അല്ല, നിങ്ങൾ മുന്നിൽ നടക്കണം. ആ തർക്കത്തിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? ശംസുൽ ഉലമ പറഞ്ഞു, വലിയവർ മുന്നിൽ നടക്കട്ടെ. ഇത് കേട്ട് സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞു, വലിയവർ പറഞ്ഞത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു മുന്നിൽ നടന്നു. ഇത്ര സുന്ദരമായൊരു സുന്നി പരിസരം ഉണ്ടായിരുന്നില്ലേ? ഇതല്ലേ നമുക്ക് ശംസുൽ ഉലമ കാണിച്ചു തന്നത്? ബഹാഉദ്ദീൻ ഉസ്താദ് വിമർശിക്കപ്പെട്ടപ്പോൾ ആ വിമർശനത്തിന് കരുത്ത് നൽകുന്ന രീതിയിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച ആളുകളോട് നിങ്ങൾ എന്ത് പ്രതിപക്ഷ ബഹുമാനമാണ് ശംസുൽ ഉലമയിൽ നിന്ന് പഠിച്ചത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് മാതൃകയായ കെ ടി മാനു മുസ്ലിയാരും കെ വി ഉസ്താദും അവർ സ്വാലിഹ്യങ്ങളായി നമ്മൾ കരുതുന്നില്ലേ? അവരെങ്ങനെയാണ് പാണക്കാട് തങ്ങന്മാരെ കണ്ടത്? അവരെങ്ങനെയാണ് മുസ്ലിം ലീഗിനെ സമീപിച്ചത്? കമ്മ്യൂണിസത്തിൻ്റെ കാര്യത്തിൽ അവരുടെ നിലപാടെന്തായിരുന്നു? വേലൂരിൽ പഠിക്കുന്ന കാലത്ത് കമ്പി സന്ദേശം കിട്ടി തൻ്റെ നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ പ്രസംഗിക്കാൻ വേണ്ടി എത്തിയ കെ ടി മാനു മുസ്ലിയാർ മുസ്ലിം ലീഗിനെ ശക്തമായി പിന്തുണച്ചു. അദ്ദേഹം വഫാത്താകുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിൻ്റെ തലമുറ സംഗമത്തിൽ കെ ടി മാനു മുസ്ലിയാർ പ്രസംഗിച്ചു. അദ്ദേഹത്തെ നമ്മൾ സ്വാലിഹായി കാണുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയുടെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഹുസ്സൻ മാഷ് ഒരിക്കൽ എന്നോട് പറയാൻ, കെ ടി ഉസ്താദ് വീട്ടിൽ നിന്ന് കാറിൽ വന്ന് നജാത്തിലെത്തി ഓഫീസിലിരുന്നിട്ട് എന്നോട് ചോദിക്കാൻ, എൻ്റെ വീട്ടിൽ നിന്ന് നജാത്തിലേക്ക് ഒരു കാർ വിളിച്ചു വന്നാൽ എത്ര വാടക കൊടുക്കണം? അപ്പോൾ മാഷ് ഇങ്ങനെ കണക്കൂട്ടിയിട്ട് പറഞ്ഞു, 25 രൂപ. ആ 25 രൂപ മാഷ കയ്യിൽ കൊടുത്തിട്ട് അത് നജാത്തിന് സംഭാവനയാക്കി. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്നറിയോ? വീട്ടിൽ നിന്ന് നജാത്തിലേക്ക് ഉസ്താദ് വന്നപ്പോൾ അങ്ങാടിയിലേക്ക് ഭാര്യ കൂടി ആ വണ്ടിയിൽ കയറി. അതാ കാരണം. ഭാര്യ കൂടി ആ വണ്ടിയിൽ കയറിയതിൻ്റെ പേരിൽ 25 രൂപ നൽകിയ മാതൃക കാട്ടിയ ഈ സ്വാലിഹായ മനുഷ്യൻ മുസ്ലിം ലീഗിനെ പിന്തുണച്ച് സംസാരിക്കുന്നു. എൻ്റെ വന്യപിതാവ് ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ റബീഉൽ അവ്വൽ 28-നാണ് വഫാത്തായത്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഒരിക്കൽ ചേളാരിയിലുണ്ട്. മാനു മുസ്ലിയാരോട് ചോദിക്കുകയാണ്, ഉസ്താദ് നിങ്ങൾ നാട്ടിലേക്കാണോ? അതെ, നാട്ടിലേക്കാണ്. എനിക്ക് കെ അബ്ദുള്ള മുസ്ലിയാർ ഒന്ന് കാണണമെന്നുണ്ട്, ഞാൻ നിങ്ങളെ വണ്ടിയിൽ കയറട്ടെ? കയറിക്കോളൂ. ചേളാരിയിൽ നിന്ന് കരുവാരക്കുണ്ടിലെത്തി കെ ടി മാനു മുസ്ലിയാരുടെ വീടും കെ അബ്ദുള്ള മുസ്ലിയാരുടെ വീടും തിരിയുന്ന ഭാഗത്തെത്തിയപ്പോൾ മാനു മുസ്ലിയാർ പറയാണ്, ആനമങ്ങാടെ നിങ്ങളിവിടെ ഇറങ്ങിയിട്ടൊരു ഓട്ടോ വിളിച്ചു പോയിക്കോ. ഞാനിപ്പോൾ കെ അബ്ദുള്ള മുസ്ലിയാരെ കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതെനിക്ക് സമസ്ത വാങ്ങി തന്ന വണ്ടിയാണ്. ഇത് ആനമങ്ങാടിന് കെ അബ്ദുള്ള മുസ്ലിയാരെ കാണാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഈ സ്വാലിഹായ പണ്ഡിതൻ പാണക്കാട്ടേക്ക് ഫോൺ ചെയ്യാറില്ലായിരുന്നു. ഹൈദർ അലി ശിഹാബ് തങ്ങളോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ നേരെ വാഹനത്തിൽ വന്ന് പാണക്കാട് തങ്ങളില്ലെങ്കിൽ തിരിച്ചു പോയിരുന്ന കെ ടി മാനു മുസ്ലിയാർ
ഈമാൻ മുസ്ലിയാരല്ലാതെ ഏത് സമസ്തയാണ് നിങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? KV മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത വ്യക്തിയല്ലേ? ഖുർആൻ പരിഭാഷ എഴുതി, അത് എഡിറ്റ് ചെയ്ത്, അത് പ്രസ്സിലെത്തിച്ച്, അത് കെട്ടുകളാക്കി, ബസ്സിൽ യാത്ര ചെയ്ത് തൻ്റെ പരിപാടിയുള്ളയിടത്തൊക്കെ അത് എത്തിക്കുമ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ മനസ്സല്ല. CN അഹമ്മദ് മൗലവി വിചിത്രമായ രീതിയിൽ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്തുനിന്ന് മറുപടി ഉണ്ടാവണം എന്ന വാശി കൊണ്ട്, നീയത്ത് കൊണ്ട് KV ഉസ്താദ് ത്യാഗം ചെയ്യുമ്പോൾ, ഒറ്റയാനായി പ്രവർത്തിക്കുമ്പോൾ, സമസ്തക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത ഈ വ്യക്തി, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അനുഭാവിയല്ലേ? 1994 ഗുരുവായൂരിൽ സമദാനി സാഹിബ് മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗ് പ്രതിസന്ധി ഘട്ടത്തിലാണ്. അബ്ദുൽ നാസർ മഅദനി ബാബരി മസ്ജിദ് മുന്നിൽ വെച്ച് വൈകാരികമായി പ്രസംഗിച്ച് വോട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സേഠ് സാഹിബ് മുസ്ലിം ലീഗിൽ നിന്ന് മാറി നിന്നപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ കിട്ടാൻ വേണ്ടി PT കുഞ്ഞു മുഹമ്മദിന് അവസരം നൽകിയപ്പോൾ KV ഉസ്താദിൻ്റെ പ്രസ്താവന വരെയാണ് ചന്ദ്രികയിൽ സമദാനിയെ വിജയിപ്പിക്കുക. പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിന്ന KV ഉസ്താദ് ത്യാഗം ചെയ്ത വ്യക്തിയാണ്. പാണക്കാട് സയ്യിദുമാരെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ്. KV ഉസ്താദിനെ മാറ്റി നിർത്തി ഏത് സമസ്തയാണ് നിങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ പോകുന്നത് എന്ന് ഇന്നത്തെ ഛിദ്രശക്തികളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1989 കമ്മ്യൂണിസത്തിന്റെ സൗഹൃദവുമായി വന്നവർ, ലീഗ് വിരുദ്ധ പക്ഷത്തു നിന്നവർ, പാണക്കാട് തങ്ങളെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചവർ, അവരെ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ KT ഉസ്താദിനെയും KV ഉസ്താദിനെയും സ്നേഹിക്കുന്ന സമസ്തക്കാരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, ഈ ത്രിശക്തിക്കരുത്തിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം. മഹാനായ CH ഐദ്രോസ് ഉസ്താദ് 1989 ജീവിച്ചിരിപ്പുണ്ട്. 1969 ആ മഹാനുഭാവൻ ഇറങ്ങിയതിന് ശേഷമാണ് സമസ്തക്ക് ആൾബലമുണ്ടായത്. സമസ്ത ഒരാൾക്കൂട്ടമായി നിന്നൊരു കാലം ഉണ്ടായിരുന്നു. ഓരോ പ്രദേശങ്ങളിലും സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ ഉണ്ടാക്കിയത് മഹാനവർകളാണ്. ആ മഹാനവർകൾ മുസ്ലിം ലീഗിൻ്റെ അനുഭാവിയായിരുന്നില്ലേ? ഞാൻ ഓർത്തു പോവുകയാണ്, 1992 ദാറുൽ ഹുദായുടെ 6ാം വാർഷികം നടക്കുമ്പോൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കടന്നു വരികയാണ്. പിന്നിൽ കുഞ്ഞാലിക്കുട്ടി കടന്നു വരുന്നു. പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ശിഹാബ് തങ്ങളുടെ കൂടെ കുഞ്ഞാലിക്കുട്ടി സാഹിബുമുണ്ട് എന്നാണ് CH ഐദ്രോസ് ഉസ്താദ് പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് ബഹുമാനം നൽകിയിരുന്ന വ്യക്തിയാണ്. 1980 എൻ്റെ വന്യപിതാവ് പറഞ്ഞു, 78 അന്നത്തെ വിഘടിത പണ്ഡിതൻ സുന്നിയോ ജനസംഘത്തിൻ്റെ നേതൃരംഗത്ത് വരുന്നത്. 2 വർഷം കൊണ്ട് 1980 സുന്നിയോ ജനസംഘം പുനഃസംഘടിപ്പിച്ചപ്പോൾ സംസ്ഥാന കൗൺസിലിലെ 40 പേരിൽ 38 പേരും അഖിലേന്ത്യാ ലീഗിൻ്റെ ആളുകളായിരുന്നു. ഞാനത് ചോദ്യം ചെയ്തു, ആരും പരിഗണിച്ചില്ല. ഞാൻ ചോദിച്ചു ഉപ്പയോട്, ബാക്കി മുസ്ലിം ലീഗുകാരായ 2 പേരാരായിരുന്നു? ഒന്ന് CH ഐദ്രോസ് ഉസ്താദും ഒന്ന് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുമായിരുന്നു എന്ന് പറഞ്ഞു. അവരെങ്ങനെയാ പാണക്കാട്ടെ കുട്ടികളെ കണ്ടത്? വളരെ വൈകാര്യമായി ഹൈദർ അലി ശിഹാബ് തങ്ങൾ എഴുതുന്നുണ്ട്, വീട്ടിലെന്നും വരാറുള്ള, എപ്പോഴും വരാറുള്ള വ്യക്തിയായിരുന്നു CH ഐദ്രോസ് ഉസ്താദ്. പാണക്കാട് കുടുംബത്തെ അത്രയും ചേർത്ത് നിർത്തിയ വ്യക്തി. 1980 കമ്മ്യൂണിസ്റ്റ് സൗഹൃദം തുടങ്ങിയപ്പോൾ, ലീഗ് വിരുദ്ധത പ്രചരിപ്പിച്ചപ്പോൾ, പാണക്കാട് തങ്ങളെ താഴ്ത്തി നിർത്താൻ ശ്രമിച്ചപ്പോൾ സമസ്തയുടെ പക്ഷത്ത് ധീരമായി നിന്ന CH ഐദ്രോസ് ഉസ്താദിനെ മാറ്റി നിർത്തി ഏത് സമസ്തയാണ് നിങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ പോകുന്നത് എന്ന് ഛിദ്രശക്തികളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല വഴി കാണിച്ചു തന്ന ആളുകൾ ഈ പണ്ഡിതന്മാർ മാത്രമല്ല, സൂഫി വര്യന്മാരായ ആളുകളില്ലേ? തൃപ്പനച്ചി ഉസ്താദ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പാണക്കാട്ടേക്ക് പറഞ്ഞയച്ചിരുന്ന വ്യക്തി. എന്ത് പ്രശ്നത്തിലും പാണക്കാട് തങ്ങൾ മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച അത്തിപ്പറ്റ ഉസ്താദ്. പൂക്കോയത്തങ്ങളുമായി വലിയ ആത്മബന്ധം പുലർത്തിയ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ. അവരൊക്കെ മുസ്ലിം ലീഗുകാരാ, അവരൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാ, അവരൊക്കെ പാണക്കാട് തങ്ങളെ ചേർത്ത് പിടിച്ച ആളുകളാ. പൂക്കോയത്തങ്ങൾ വഫാത്താകുമ്പോൾ തലഭാഗത്തിരുന്ന് മന്ത്രിച്ചു കൊടുക്കുന്ന ചാപ്പനങ്ങാടി ഉസ്താദിനെ കണ്ട്, തലഭാഗത്തിരുന്ന കോട്ടുമല ഉസ്താദിനെ കണ്ടത്
വളരെ വൈകാര്യമായി അതിന് ദൃക്സാക്ഷിയായ ഒരാൾ എന്നോട് പറയുകയുണ്ടായി. എന്തായിരുന്നു ആ ബന്ധം? ഈ കിടക്കുന്ന മനുഷ്യനോടുള്ള ബന്ധം എന്താ? അത് ഉമ്മത്തിൻ്റെ നേതാവാണ്, ദീനിന് ഇസ്സത്തുണ്ടാക്കിയ നേതാവാണ്. നമ്മുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷേഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ സമസ്തക്ക് മേൽവിലാസമുണ്ടാക്കിയ വ്യക്തിയാണ്. നമ്മുടെ ആദർശ നിലപാട് കൃത്യമായി പറഞ്ഞ വ്യക്തിയാണ്. സമുദായം എവിടെ നിൽക്കണമെന്ന് മാർഗദർശനം നൽകിയ വ്യക്തിയാണ്. UA ബീരാൻ സാഹിബ് മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം കാളമ്പാടിയിലെ പള്ളിയിലാണ് ജുമാക്ക് കൂടിയത്. കോട്ടുമല ഉസ്താദ് പറഞ്ഞു, ബീരാൻ സാഹിബ് നിങ്ങൾ സംസാരിക്കണം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് തൻ്റെ പള്ളിയിൽ ജുമാക്ക് ശേഷം പ്രസംഗിക്കാൻ അവസരം കൊടുത്ത കോട്ടുമല ഉസ്താദിനെ മാറ്റി നിർത്തി, ഏത് സമസ്തയാണ് നിങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ പോകുന്നത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 1989 ഈ ത്രിശക്തിക്കരുത്തിൻ്റെ കൂടെ നിന്ന സ്ഥാപനമാണ്. അവിടെ KK അബൂബക്കർ ഹസ്രത്ത് പലതവണ വന്നത്, അവിടേക്ക് മാനു മുസ്ലിയാർ വന്നത്, ഐദർ ഉസ്താദിൻ്റെ സഹപ്രവർത്തകർ വന്നത്. സമുദായത്തിൻ്റെ വിഭാഗീയതയുണ്ടായപ്പോൾ കരുത്തോടുകൂടി മുന്നേറുവാനുള്ള ശക്തിയായി നിന്നത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇന്നും ദാറുൽ ഹുദ അത് നിർവഹിക്കുകയാണ്. നമുക്ക് ഇസ്സത്തുണ്ടായത് ഉലമാ ഉമറ സംഘബോധത്തിലാണ്. സാദാത്തിൻ്റെ തണലിലാണ് നമ്മൾ വളർന്നത്. ഒരു ബാഫക്ക് തങ്ങളുടെ കഥ പറയാതെ മുസ്ലിം ഉമ്മത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ കഥ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശംസുൽ ഉലമ അമീറുൽ മുഅ്മിനീൻ ബാഫക്ക് തങ്ങൾ എന്ന് പറഞ്ഞത്. ഇന്ന് ഡോക്ടർ ബഹാഉദ്ദീൻ നദ്വി ഉസ്താദ് അമീറുൽ മുഅ്മിനീൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വഹാബിസത്തിന് ഏണി ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഛിദ്രശക്തികളോട് നിങ്ങൾ ശംസുൽ ഉലമയെ കുറിച്ച് എന്തു പറയും എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഈ സംവിധാനങ്ങളില്ലാതെ മുന്നോട്ട് പോവുക? ഇന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തുല്യമാണ്, സമസ്തക്കാർക്ക് ഏത് പാർട്ടിയാവാം. അങ്ങനെ ആയിരുന്നോ നമ്മൾ ഈ കണ്ട സ്വാലിഹ്യങ്ങളുടെ നിലപാട്? 1964 കാസർഗോഡ് സമ്മേളനത്തിന് ദൃക്സാക്ഷിയായ എൻ്റെ പിതാവ് പറഞ്ഞു, ആ സമ്മേളനത്തിൻ്റെ മുഖ്യാതിഥി അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബ് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നടത്തിയിരുന്ന വൈകാരിക പ്രസംഗങ്ങൾ, അഹമ്മദ് സാഹിബിൻ്റെ പ്രസംഗങ്ങൾ, സമസ്തയുടെ ഒരു സ്ഥാപനത്തിന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നിരന്തരം വന്നു. ഭരണപക്ഷത്തുള്ളപ്പോഴും പ്രതിപക്ഷത്തുള്ളപ്പോഴും വന്നു. 1990 സുന്നി യോജന സംഘത്തിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അധർമ്മത്തിനെതിരെ കമ്മ്യൂണിസത്തിനെതിരെ എന്നായിരുന്നു സമ്മേളനത്തിൻ്റെ പ്രമേയം. ഇന്ന് വ്യതിചലനം സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ സംഘടനാ പരിസരത്ത് കമ്മ്യൂണിസത്തിനെതിരെ എന്ന ഒരു ക്യാമ്പയിൻ നടത്തുവാനുള്ള ആർജവം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തേ നമുക്ക് കമ്മ്യൂണിസത്തോട് സൗഹൃദമുണ്ടായത്? ഇസ്ലാമിനെ പോലെ ജീവൽ പക്ഷത്ത് നിൽക്കുന്ന ഐഡിയോളജിയാണ് കമ്മ്യൂണിസം. ജീവിത വീക്ഷണമുള്ള ഐഡിയോളജിയാണ്. ഇസ്ലാമിലും ജീവിത വീക്ഷണമുണ്ട്. ജീവിത വീക്ഷണമുള്ള രണ്ട് ഐഡിയോളജികൾ ഉണ്ടാകുമ്പോൾ കലഹമുണ്ടാകും, സംഘർഷമുണ്ടാകും. അത് രാഷ്ട്രീയമായല്ല, ആദർശപരമാണ്. ഇപ്പം ഈ പ്രസംഗം കേട്ട് ചില ആളുകളൊക്കെ അടിക്കുറിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. 1967 ബാഫക്ക് തങ്ങൾ CPM-ൻ്റെ കൂടെ നിന്നില്ലേ? ഇന്ന് KK രമയുടെ പാർട്ടിയില്ലേ? മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുമായാണോ ജനങ്ങളെ പരലോകത്തിലേക്ക് എത്തിക്കേണ്ട സംഘടനയുടെ ആദർശ നിലപാടിനെ താരതമ്യം ചെയ്യേണ്ടത്? എന്തിനാ 67 പോകുന്നത്? ഇന്ത്യ സഖ്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലേ? 2004 അഹമ്മദ് സാഹിബ് മന്ത്രിയായപ്പോൾ UPA-യിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നില്ലേ? അത് രാഷ്ട്രീയമായ നിലപാടാണ്. ഇന്ന് മുസ്ലിം ലീഗ് പാർട്ടി രാഷ്ട്രീയമായ ലക്ഷ്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നാൽ പാരമ്പര്യ സമസ്തയുടെ പ്രവർത്തകർ ആ രാഷ്ട്രീയ നിലപാടിനെ അംഗീകരിക്കുകയും ആദർശപരമായി കമ്മ്യൂണിസത്തെ ശക്തമായി എതിർക്കുകയും ചെയ്യും. അത് രാഷ്ട്രീയമായ നിലപാടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ നിലകൊള്ളുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പരിസരത്തിലാണ്.
നേരെ മറിച്ച് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ശരീഅത്ത് സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത, നാളത്തെ ജീവിതത്തിൽ മുഫ്ലിഹാകണം ഈ ഉമ്മത്ത് എന്ന് കരുതി പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്ക് ഏത് രാഷ്ട്രീയ നിലപാടിലും ഒരു നിരീശ്വര നിർമ്മത പ്രസ്ഥാനവുമായി സമരസപ്പെട്ടു പോകാൻ കഴിയില്ല. അത് സാധ്യമല്ല. അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദർശപരമായ അടിമത്തമാണ്. ഇതൊരു പാർട്ടി എന്ന രീതിയിലല്ല. എന്തുകൊണ്ടാണത്? നമ്മൾ വഹാബിസത്തിനെ എതിർക്കുന്നില്ലേ? ശക്തമായി എതിർക്കണം, എതിർക്കുകയും ചെയ്യും. വഹാബിസത്തിനെ എതിർക്കുന്നത് അഖീദ ദുർബലമാകുന്നു എന്നതുകൊണ്ടാണ്. ഇതേ പ്രശ്നം തന്നെയല്ലേ ഉള്ളത്. മലപ്പുറം ജില്ലയിലെ സമുന്നതനായ ഒരു മാർക്സിസ്റ്റ് നേതാവ് ഖത്തറിൽ പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാവ് ഓദ്റഹ്മാൻ സാഹിബിനോട് പറയാണ്, നാട്ടിൽ പാർട്ടിക്കാരൊന്നും അറിയാതെ എനിക്ക് മക്കത്തും മദീനത്തൊന്ന് പോകണം, അതിനൊരു വഴി ഉണ്ടാക്കി തരുമോ? അബ്ദുറഹ്മാൻ സാഹിബ് എഴുതി വെച്ചതാ. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലെ 5ാമത്തെ കർമ്മം നിർവഹിക്കാൻ സമുന്നതനായ പാർട്ടി നേതാവിന് അനുവാദം കൊടുക്കുന്നില്ലെങ്കിൽ അത് CPM-ൻ്റെ പ്രശ്നമല്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജിയുടെ പ്രശ്നമാണ്, മതനിരാസത്തിൻ്റെ പ്രശ്നമാണ്. അവർക്ക് മതം മനുഷ്യനോട് ചേർന്ന് പോകാത്തതാണ്. അതുകൊണ്ടാണ് കാരണം. അതുകൊണ്ട് സമസ്തക്ക് ആദർശപരമായ ഉത്തരവാദിത്വമില്ലേ? ഈ പ്രസ്ഥാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിംകൾ അവർ കമ്മ്യൂണിസത്തിൻ്റെ ആശയത്തെ സ്വീകരിക്കാതിരിക്കണം എന്ന വാശിയെങ്കിലും നമുക്കുണ്ടാവണ്ടേ? ഇത് പറയുമ്പോൾ ചില ആളുകളൊക്കെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് നടത്തിയൊരു പ്രസംഗമുണ്ട്. ഉസ്താദ് പറയുന്നത് എന്താണ്? 5 വക്ത് നിസ്കരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം ഉസ്താദ് അവതരിപ്പിക്കുകയാണ്. ഇത് ഇന്ന് നമുക്ക് കമ്മ്യൂണിസത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ലൈസൻസായി എന്ന് തെറ്റിദ്ധരിച്ച ആളുകളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 1989 സമസ്തയോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ 5 വക്ത് നിസ്കരിക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? 90-കളിൽ ഉണ്ടായിരുന്നില്ലേ? 2000-ലുണ്ടായിരുന്നില്ലേ? ഈ 2014-ന് ശേഷം സുപ്രഭാതം പത്രം വന്നതിന് ശേഷം മാത്രമാണോ അങ്ങനത്തെ ഒരു സമൂഹം സമസ്തയോടൊപ്പം നിൽക്കുന്നുണ്ടായത്? അല്ല. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉസ്താദുമാരുടെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകൾ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണ്. നമ്മൾ തിരിച്ചറിയണം, ഈ പാരമ്പര്യത്തിൽ നമ്മൾ ഒന്നിച്ചു നേടിയ വിജയം, ഇത് ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ദാറുൽ ഹുദ സമസ്തക്കും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനുമൊക്കെ എന്ത് ചെയ്തു എന്ന് നിരന്തരം ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അല്പം കൂടി സമയമെടുക്കുകയാണ്. സമന്വിത വിദ്യാഭ്യാസം വരുന്നതിൻ്റെ മുമ്പ് ദർസിലേക്കൊന്നും പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം എന്തായിരുന്നു? അഫ്ദലുൽ ഉലമയായിരുന്നു. എൻ്റെ അനുജന് 10ാം ക്ലാസ് കഴിഞ്ഞ് വാപ്പാക്ക് നിർബന്ധം ദർസിലേക്ക് തന്നെ പോകണം. അവന് താല്പര്യമില്ല. ഞാനതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് ദർസിലേക്ക് ചേർത്തിട്ട് അഫ്ദലുൽ ഉലമ കൂടിയും പഠിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു. ഈ അഫ്ദലുൽ ഉലമ ഒരു പെൺ കോഴ്സ് മാത്രമായി മാറിയതിൻ്റെ പിന്നിൽ ദാറുൽ ഹുദയാണ്. മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ വഹാബി പ്രസ്ഥാനത്തിന് വലിയ വേരോട്ടമുണ്ടാക്കിയ സംവിധാനമാണത്. ഒരുപാട് അറബി കോളേജുകളിൽ ഈ കോഴ്സ് പഠിക്കാൻ പോയ കുട്ടികൾ വഹാബിസത്തിൻ്റെ ആശയത്തിന് വിധേയരായി തിരിച്ചു വന്നതിന് എടവണ്ണപ്പാറയിലും വാഴക്കാടും ചീക്കോടും എടവണ്ണയിലും മഞ്ചേരിയിലും പുളിക്കലിലും കൊണ്ടോട്ടിയിലും ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വലിയൊരു സമൂഹത്തെ അഖീദയിൽ സംരക്ഷിച്ചു നിർത്തി ദാറുൽ ഹുദയുടെ സമന്വിത വിദ്യാഭ്യാസം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കും, ദാറുൽ ഹുദയിൽ സുന്നത്ത് ജമാഅത്തൊന്നും പഠിപ്പിക്കണില്ല. പഠിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകമായ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഹാദിയ റിസാല എന്ന പേരിൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ പരിശീലനം നൽകുന്ന നിരവധി ഹുദവി പണ്ഡിതന്മാരെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നെക്കുറിച്ച് സുഹാബി എന്ന് പറയാറുണ്ട്, വഹാബിസത്തിൻ്റെ പ്രചാരകനാണ് എന്ന് പറയാറുണ്ട്. ഞാൻ MM അക്ബറിനോട് സംവാദം നടത്തിയിട്ടുണ്ട്, ഫൈസൽ പുതുപ്പറമ്പിനോട് സംവാദം നടത്തിയിട്ടുണ്ട്.
ഒരുപാട് സ്വകാര്യ സംവാദങ്ങൾ സലഫി പണ്ഡിതന്മാരോട് നടത്തിയിട്ടുണ്ട്. SKSSF-ന്റെ 20ാം വാർഷിക സമ്മേളനത്തിൽ വഹാബിസത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. 85ാം വാർഷികത്തിലെ സമസ്തയുടെ സോവനീറിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് ഈ വിനീതന്റെ ലേഖനമുണ്ട്. 90ാം വാർഷികത്തിന്റെ സോവനീറിൽ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഈ വിനീതന്റെ ലേഖനമുണ്ട്. എന്നിട്ടും പറയും ഹുദവിമാർ സുന്നത്ത് ജമാഅത്തിനൊന്നും ചെയ്യുന്നില്ല. ഓരോ റജബ് 27-നും അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ ദാറുൽ ഹുദയിലേക്ക് ക്ഷണിക്കാൻ. മഗ്‌രിബിന്റെ ശേഷം ദുആ സമ്മേളനമുണ്ട്. അവിടെ വന്ദിരായ CH ഹൈദർ ഉസ്താദ് തുടങ്ങി വെച്ചതാണ്. 1992-ലോ 93-ലോ. അതിലവസാനം ഒരു ദുആ ഉണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി എന്ന് 34 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ആ ദുആ സമ്മേളനത്തിൽ പിന്നെ യാസീൻ ഓതുന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ചാണോ നിങ്ങൾ വഹാബിസത്തിന്റെ പ്രചാരകരാണ് എന്ന് പറയുന്നത്? മമ്പുറവുമായുള്ള ദാറുൽ ഹുദയുടെ ബന്ധം മമ്പുറം മക്കാമിന് ഖിദ്മത്ത് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ തുടങ്ങിയതല്ല. ദാറുൽ ഹുദയുടെ ഓരോ നീക്കങ്ങളിലും പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ മമ്പുറം മക്കാമിൽ നിന്ന് ദുആ ചെയ്ത് ജാഥയായി ദാറുൽ ഹുദയിലേക്ക് പോകുന്ന ശീലം അത് 1999-ൽ തുടങ്ങിയതല്ല. ഹൈദറോസ് ഉസ്താദിൻ്റെ കൂടെ പലതവണ ഞങ്ങൾ പഴയ വിദ്യാർത്ഥികൾ മമ്പുറം മക്കാമിലേക്ക് പോയിട്ടുണ്ട്. ഹൈദറോസ് ഉസ്താദ് റബീഉൽ ആഖിറിൽ നിന്ന് വരും മുഹിദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയാൻ. ജുമാദൽ ഊലയിൽ വരും റിഫായി ശൈഖിനെ കുറിച്ച് പറഞ്ഞു തരാൻ. റജബിൽ വരും ഖ്വാജ ഗരീബ് നവാസിനെ കുറിച്ച് പറഞ്ഞു തരാൻ. അദ്ദേഹം പ്രിയപ്പെട്ട ഷംസുക്ക് പറഞ്ഞു, ഒരിക്കൽ കുറേ കയ്യിൽ ചില്ലറ പൈസ തന്നിട്ട് ഹൈദറോസ് ഉസ്താദിൻ്റെ കയ്യിൽ തന്നിട്ട് പറയാൻ, ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ ആണ്ട കുട്ടികൾക്കൊരു പായസം വെച്ചൊടുക്കി. ഈ ഹൈദറോസ് ഉസ്താദാണ് ദാറുൽ ഹുദയുടെ ശില്പി. അതുകൊണ്ട് ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നൽകി തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കമ്മ്യൂണിസത്തോടുള്ള സൗഹൃദത്തിൽ മാത്രമല്ല, വഹാബിസത്തിനോടുള്ള അതിതീവ്രമായ എതിർപ്പിൽ മാത്രമല്ല, പാണക്കാട് തങ്ങളോടെ അപമാനിക്കുന്നതിൽ മാത്രമല്ല, ലീഗ് വിരുദ്ധതയിൽ മാത്രമല്ല, കളവ് പ്രചരിപ്പിക്കുന്നതിലും 1980-കളിലെ വിഘടിതരോട് ഇന്നത്തെ ഛിദ്രശക്തികൾ യോജിച്ചു നിൽക്കുന്നു. സുന്നിവേദിയെക്കുറിച്ച് 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കറിയാം. സെൻസിങ്ങിനെ കുറിച്ചറിയാം, അൽ മുബാറക്കിനെ കുറിച്ചറിയാം, മലപ്പുറം ജില്ലയിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് അറപ്പുളവാക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തിയിരുന്ന അന്നത്തെ ഛിദ്രശക്തികൾ ഇന്ന് പ്രിന്റ് മീഡിയക്ക് പകരം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാറ്റം ഇത് മാത്രമാണ്. അതുകൊണ്ട് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും KK ഹസ്രത്തും KT മാന മുസ്ലിയാരും ഹൈദറോസ് ഉസ്താദും ഒക്കെ കാണിച്ചു തന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നാം സന്നദ്ധരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേരളത്തിൻ്റെ പുറത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹാരിസ് ഉദവി പറഞ്ഞു. സമസ്ത എന്ന പദം ഹനഫി വൃത്തത്തിലേക്ക് കൊണ്ടുപോയത് ദാറുൽ ഹുദയുടെ സന്തതികളാണ്. കർണാടകയിലെ ഷാഫി ബെൽറ്റിനപ്പുറത്തേക്ക് സമസ്തയെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആന്ധ്രയിലുള്ള ആളുകൾക്കറിയാം, ബീഹാറിലും ആസാമിലും ബംഗാളിലുമുള്ള ആളുകൾക്കറിയാം. അവിടെയൊക്കെ SKSSF ഉണ്ടാക്കിയപ്പോൾ 75% ഹുദവിമാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഹാദിയ വളർന്ന വഴികളിലൂടെയാണ് ഇന്ന് SKSSF ശാഖകളായി വരുന്നത്. അതേ വഴിയിലൂടെയാണ് സുന്നി മഹല്ലി ഫെഡറേഷൻ ദേശീയ കമ്മിറ്റികൾ നിലവിൽ വന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന നമ്മുടെ ആത്മിക പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം ഉറുദു അറിയുന്ന ആളുകളിലേക്ക്, മലയാളം അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ദാറുൽ ഹുദ കൃത്യമായ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പറയുന്നത് ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, ഞങ്ങളതൊരു ആദർശപരമായ ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് സമസ്ത അത് ജീവനിൽ ചേർന്നതാണ്, മജ്ജയിൽ ചേർന്നതാണ്. ഞങ്ങൾ ഖുർആൻ ഓതുന്നത് സമസ്തയുടെ തണലിൽ വളർന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. നിസ്കരിക്കാൻ പഠിച്ചത് സമസ്തയുള്ളത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ പുറത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം
എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. 4-5 ദിവസം കൊണ്ട് മാത്രം ഉണ്ടായൊരു പരിപാടിയാണ്. ഹാള് നിറഞ്ഞു. ഉസ്താദ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, 600 ആളുണ്ടാക്കും എന്ന് പറഞ്ഞു എന്നോട്. എങ്ങനെയെന്ന് വഴികളുണ്ടായിരുന്നില്ല. പരിശ്രമിച്ചു ഹുദവിമാർ. ആരെങ്കിലുമൊക്കെ ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ടീം മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് ഈ സദസ്സ് ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് ദാറുൽ ഹുദയുടെ ഈ മിഷനിൽ, ഹാദിയയുടെ ഈ മിഷനിൽ, ഈ ദൗത്യത്തിൽ നിങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സ്വാലിഹീങ്ങളെന്ന് വിശ്വസിക്കുന്ന, മഹാന്മാരെന്ന് വിശ്വസിക്കുന്ന ആ മഹാന്മാരുടെ നിലപാടിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.